UDF ക്യാമ്പുകൾക്ക് വിജയപ്രതീക്ഷ നൽകുന്നതാണ് സംസ്ഥാനത്തെ മൊത്തത്തിലുണ്ടായിരിക്കുന്ന ഈ പോളിംഗ് ശതമാനത്തിന്റെ വർധനവ്. അതിനോടനുബന്ധിച്ച് തന്നെയാണ് പത്തനംതിട്ട ജില്ലയിൽ 2021 ശേഷം ഏറ്റവും കൂടുതൽ പോളിംഗ് ആണ്. ഏകദേശം 71 അടുത്താണ് നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ ഈ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് UDF ക്യാമ്പിന് കൂടുതൽ ആവേശം പകർന്നതാണ്. നഷ്ടപ്പെട്ടു പോയ UDFന്റെ പ്രതാപം തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ചോദിച്ചറിയാം. ഇപ്പോൾ DCCയുടെ പ്രസിഡന്റിന്റെ ചാർജ് കൂടി വഹിക്കുന്ന അഡ്വക്കേറ്റ് എസ് സുരേഷ് കുമാർ നമ്മളോടൊപ്പം ചേരുന്നു. എങ്ങനെയാണ് ഈ മണ്ഡലത്തെ നോക്കിക്കാണുന്നത്? UDFന് ഒരു മികച്ച വിജയം. 5 സീറ്റുകളിലും UDF ഉജ്ജ്വലമായ വിജയം നേടി പത്തനംതിട്ടയിൽ വീണ്ടും കോൺഗ്രസിന്റെയും UDFന്റെയും കോട്ടയായി മാറാൻ പോവുകയാണ്. അതിനാസ്പദമായ കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പോളിംഗ് കുറച്ച വലിയൊരു പോളിംഗ് ശതമാനം. അത് മാത്രമല്ല, പോളിംഗ് ശതമാനം SIRലെ ചില കാര്യങ്ങൾ കൊണ്ടുകൂടി പോളിംഗ് ശതമാനം ഉയർന്നിട്ടുണ്ട്. പക്ഷേ ആ പോളിംഗ് ശതമാനം ഉയരാൻ കാരണം ജനങ്ങൾ ആത്മാർത്ഥമായിട്ട് ഹൃദയം തുറന്ന് ഈ തെരഞ്ഞെടുപ്പിൽ LDFന് എതിരായി വോട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണം പത്തനംതിട്ടയിലെയും കേരളത്തിലെയും ജനങ്ങളാകമാനം അവരെ ഈ തെരഞ്ഞെടുപ്പിൽ ആ വിരുദ്ധമായ ഒരു ജനവിരുദ്ധ സമീപനങ്ങൾ, ഇടതുപക്ഷത്തിന്റെ പ്രവർത്തന വൈകല്യങ്ങൾ അതെല്ലാം തുറന്നു കാണിക്കുവാനും ഹൃദയപൂർവ്വം അവർ വന്ന് വോട്ട് ചെയ്യുവാൻ വേണ്ടി UDFന് അനുകൂലമായി വോട്ട് ചെയ്യാൻ തീരുമാനിച്ചതാണ് ഇത്രയധികം വിജയം ഈ പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടാകാൻ പോകുന്നത്. എല്ലാ രംഗത്തും പരാജയപ്പെട്ട ഒരു ഗവൺമെന്റിനെ താഴെ ഇറക്കണമെന്നുള്ള ഉറച്ച ഒരു തീരുമാനമാണ്, ആ ദൃഢനിശ്ചയമാണ് ഈ പോളിംഗ് ശതമാനം ഉയരാനുള്ള ഒരു കാരണം കൂടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് ഈ 5 മണ്ഡലങ്ങളിൽ ഞങ്ങൾ യാത്ര ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്പം വൈകിയെങ്കിലും പക്ഷെങ്കിൽ പകുതിയായി കഴിഞ്ഞപ്പോഴത്തേക്കിന് മുൻകാലങ്ങളിൽ ഉണ്ടായിൽ നിന്ന് വ്യത്യസ്തമായി എണ്ണയിട്ട യന്ത്രം പോലെ എല്ലാവരും ഈ ഗ്രൂപ്പുകൾക്ക് അതീതമായി സജീവമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് 5 മണ്ഡലങ്ങളിലും കാണാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് സുരേഷ് കുമാർ ചുമതലയുള്ള ഈ ആറന്മുള നിയോജക മണ്ഡലത്തിൽ വൻ തരത്തിലുള്ള ഒരു UDFന്റെ പ്രവർത്തകരുടെ ഒരു ആവേശമാണ്. ഇത് എങ്ങനെയാണ് ഈ 5 മണ്ഡലങ്ങളിലും ഈ പ്രവർത്തകരെ ഇങ്ങനെ സജ്ജമാക്കാൻ കഴിഞ്ഞത്? ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, UDFന്റെ ക്യാമ്പ് ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയും UDF വിജയിക്കണമെന്നുള്ള ചിന്തയോടുകൂടി പ്രവർത്തിച്ചു. അതുകൊണ്ട് യാതൊരുവിധമായ അഭിപ്രായ വ്യത്യാസങ്ങൾ എങ്ങും ഉയർന്നില്ല. ഇത് മാത്രമല്ല, ഓരോ കമ്മിറ്റികളും, അത് താഴെത്തട്ടുള്ള ബൂത്ത് കമ്മിറ്റി മുതൽ ഇലക്ഷൻ കമ്മിറ്റി ആയാലും ജില്ലാ കമ്മിറ്റി ആയാലും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആയാലും UDFന്റെ കമ്മിറ്റി ആയാലും ഒരു മനസ്സോടുകൂടി 5 നിയോജക മണ്ഡലങ്ങളിലും വിജയിക്കണമെന്നുള്ള ചിന്തയോടുകൂടി മുന്നോട്ട് പോയി. ആറന്മുള നിയോജക മണ്ഡലത്തിൽ മുഴുവൻ പ്രവർത്തകന്മാരും, ഇത്ര കടുത്ത ഒരു ചൂടാണ്, ഭയങ്കര വെയിലാണ്, എങ്കിൽ പോലും മുഴുവൻ സമയം വീടുകൾ കയറുവാൻ, സ്ലിപ്പുകൾ കൊടുക്കുവാൻ, നോട്ടീസുകൾ കൊടുക്കുവാൻ, ആളുകളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുവാൻ പ്രവർത്തകർ തയ്യാറായി. ജനങ്ങൾ അതനുസരിച്ച് നല്ലൊരു പ്രതികരണം UDFന് അനുകൂലമായി മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സംസ്ഥാനം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് ആറന്മുള. ഒരു വശത്ത് ഇപ്പോൾ നിലവിലെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്, മറുഭാഗത്ത് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി അബിൻ വർക്കി കോടിയാട്ട്, പിന്നെ BJPയുടെ ദേശീയ മുഖമായ കുമ്മനം രാജശേഖരൻ. അങ്ങനെ ത്രികോണ മത്സരത്തിന്റെ ഒരു വീറും വാശിയുമാണ്. പക്ഷെങ്കിൽ പ്രവചന അതീതങ്ങൾക്ക് അപ്പുറമാണ് ഈ ആറന്മുള നിയോജകമണ്ഡലം നിൽക്കുന്നത്. എങ്ങനെയാണ് അബിന്റെ കൂടെ ഉള്ള ആ വർക്ക് ചെയ്യത്തുള്ളപ്പോൾ അനുഭവം? ഓരോ പ്രവചനങ്ങൾക്കും അതീതമല്ല. എല്ലാ പ്രവചനങ്ങളും മാധ്യമങ്ങളും ജനങ്ങളും ചിന്തിക്കുന്നത് അബിൻ വർക്ക് വിജയിക്കുമെന്നാണ്. അത് തന്നെ സംഭവിച്ചിരിക്കും ആ കാര്യത്തിൽ. പിന്നെ ഭൂരിപക്ഷം എത്രയാണെന്നുള്ളത് അത് നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞിട്ട് പറയാൻ കഴിയും. എങ്കിലും ഒരു 10,000 വോട്ടിന്റെ മുകളിൽ ഭൂരിപക്ഷം ഉണ്ടാകുമെന്നാണ് ഇലക്ഷന് നേതൃത്വം കൊടുത്ത ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. അത് ചിലപ്പോൾ 15,000 കടക്കാനും സാധ്യതയുണ്ട്. കാരണം ഓരോ സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ ജനങ്ങൾ കാണിക്കുന്ന ഒരു താല്പര്യം, ആ താല്പര്യം വളരെ വലുതായിരുന്നു. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ എല്ലാ ആളുകളും ഓടി വന്ന് ഈ സ്ഥാനാർത്ഥിയെ കാണുവാൻ, അദ്ദേഹം പറയുന്നത് കേൾക്കുവാൻ, സ്വീകരണത്തിൽ പങ്കെടുക്കുവാൻ, കൺവെൻഷനുകളിൽ പങ്കെടുക്കുവാൻ, കുടുംബയോഗങ്ങളിൽ പങ്കെടുക്കുവാൻ കാണിക്കുന്ന ഒരു ആത്മാർത്ഥത. ആ ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ സത്യസന്ധമായ ഒരു ആത്മാർത്ഥമായ ഒരു രീതിയായിരുന്നു എല്ലാവരുടെയും മുഖത്തുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതെല്ലാം വോട്ടായി മാറും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 7-8 അധികം ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളെ കോൺഗ്രസിന് നേടിക്കൊടുക്കാൻ കഴിഞ്ഞു. വിവിധ ഭൂരിപക്ഷം പഞ്ചായത്തുകളും UDFന് പത്തനംതിട്ട ജില്ലയിൽ നേടിക്കൊടുക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലും. ഇതെല്ലാം ഈ നിയമസഭയിൽ നഷ്ടപ്പെട്ടു പോയ UDFന്റെ പ്രതാപം തിരിച്ചു കിട്ടാൻ അനുകൂല ഘടകങ്ങളായി മാറും. കേരളത്തിലുടനീളം കഴിഞ്ഞ ഒരു 5 വർഷക്കാലം UDFന്റെ തിരിച്ചുവരവായിരുന്നു. ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം UDF വിജയിച്ചു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം നേടുവാൻ സാധിച്ചു. അതിനുശേഷം ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിലെ
55ഓളം പഞ്ചായത്തുകളിൽ 35ഓളം പഞ്ചായത്തുകൾ നേടുവാൻ സാധിച്ചു. 4 മുനിസിപ്പാലിറ്റികളിൽ 3 മുനിസിപ്പാലിറ്റികൾ നേടുവാൻ സാധിച്ചു. 8 ബ്ലോക്ക് പഞ്ചായത്തിൽ 8 ബ്ലോക്ക് പഞ്ചായത്തും നേടുവാൻ സാധിച്ചു. ജില്ലാ പഞ്ചായത്തിൽ അധികാരത്തിൽ വരാൻ സാധിച്ചു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതെല്ലാം ഈ സാധാരണ ഇത്തരത്തിലുള്ള ഈ താഴെത്തട്ടിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ LDF ഒരു മേൽക്കോയ്മ ഉണ്ടാകേണ്ടതാണ്. അത് ഉണ്ടാകാതെ വന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം താഴെത്തട്ടിലുള്ള ജനങ്ങൾ ചിന്തിക്കുന്നത് UDF കോൺഗ്രസിനും അനുകൂലമായിട്ടാണ്. കാരണം അതൊരു 3 മാസം കഴിഞ്ഞതേ ഉള്ളൂ ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ 4 മാസം. ആ 4 മാസം കഴിഞ്ഞ് അവരുടെ മനോഭാവത്തിൽ ഒരു മാറ്റവും ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തനവും LDF ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല, കൂടുതൽ ജനവിരുദ്ധമാകുവാനും ധാർഷ്ട്യവും ധിക്കാരവും നിറഞ്ഞ ഒരു മുഖ്യമന്ത്രി, ആളുകളെ എന്ത് തോന്നിവാസവും വിളിച്ചു പറയാൻ കഴിയുന്ന ഒരു മൂന്നാംകിട രാഷ്ട്രീയക്കാരനെ പോലെ മാറുന്ന ഒരു മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറി. അതോടൊപ്പം തന്നെ അഹങ്കാരം, ഗുണ്ടായിസം എന്ന് വേണ്ട കേരളത്തിനെ തകർത്ത് തരിപ്പണമാക്കിയ, ഭാവി തലമുറയുടെ ജീവിതം ഇല്ലാതാക്കിയ ഒരു ഗവൺമെന്റിനെതിരെയുള്ള ഒരു വിധിയെഴുത്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ഉജ്ജ്വലമായ, UDF ഉജ്ജ്വലമായ ഒരു വിജയം ഉണ്ടാക്കുവാൻ സാധിക്കും. അങ്ങനെ നഷ്ടപ്പെട്ടു പോയ UDF പ്രതാപം പത്തനംതിട്ട ജില്ലയിൽ തിരിച്ചു പിടിക്കാനും സംസ്ഥാനത്തിൽ മൊത്തത്തിൽ UDF അനുകൂലമായിട്ടുള്ള ഒരു തരംഗം ഉണ്ടാകുമെന്നാണ് DCC പ്രസിഡന്റ് ചുമതല കൂടിയുള്ള അഡ്വക്കേറ്റ് A. സുരേഷ് കുമാർ നമ്മളോടൊപ്പം പങ്കുവച്ചത്. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദൻ ജെ, പത്തനംതിട്ട.